ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു പാർട്ടാണ് നമ്മൾ ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാണ്ട് പോവുകയാണ്. അപ്പോൾ ഇതിന് മുമ്പത്തെ 2 പാർട്ടും ചെയ്ത് നോക്കി ആ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തറിയിക്കുക. എന്തൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കാവുന്നതാണ്, ഞങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇല്ലെങ്കിൽ മെസ്സേജ് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അവിടെ നിന്നിട്ട് മെസ്സേജ് വേണമെങ്കിൽ കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഇനി ചെയ്യാനുള്ളൂ. നമുക്ക് ഇതിനകത്ത് മുടി നരച്ച മുടി ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അത് നമുക്ക് കറുത്ത മുടിയാണെങ്കിലാണ് ഒരുപാട് പണി വരുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ അതായത് നമ്മൾ ആ മുടിയുടെ ഒരു മുടിയിലെ ലൈൻസ് പോലെ നമ്മൾ ഒരു ലൈറ്റ് പെൻസിൽ ഉപയോഗിച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അതായത് നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് കൂടെ നോക്കുന്ന സമയത്ത് മനസ്സിലാകും ചെറുതായിട്ടൊരു കറുത്ത ഇതുപോലെ വരുന്നില്ലേ. അപ്പോൾ ആ ഒരു മുടി ആ ഇരി വെച്ചേക്കുന്ന ആ സ്റ്റൈലിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് പോകുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് പണി കുറവുണ്ട്. പിന്നെ നമുക്ക് ഇനി ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അതായത് നമ്മൾ ഈ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ബ്ലാക്ക് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ഒരു കട്ടിക്ക് പെൻസിൽ ഉപയോഗിച്ചൊന്ന് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മുടി നല്ല രീതിയിൽ വൈറ്റ് ആയിട്ട് എടുത്തിരിക്കുന്ന രീതിയിൽ നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ അതൊന്ന് ചെയ്യാം. നമ്മളിത് വൈറ്റ് ഹെയർ ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു. പിന്നെ നമുക്ക് ആ ഡ്രസ്സ് കൂടെ ഒന്ന് ഷെയ്ഡ് ചെയ്തെടുത്താൽ മതി. അപ്പോഴത്തേക്കും നമ്മൾ ഡ്രോയിങ് കംപ്ലീറ്റ് ആവും. അപ്പം ഇതിൻ്റെ ഈ മുടി വരയ്ക്കുന്ന സമയത്ത് ആ നെറ്റിയുടെ ആ ഒരു ഭാഗത്തേക്ക് ഇച്ചിരി ഒരു ഡാർക്ക് പോലെ വരുന്ന ഭാഗത്ത് മാത്രം ഒന്ന് പെൻസിൽ അമർത്തി പിടിച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഇച്ചിരി ഡാർക്ക് ഷെയ്ഡുള്ള പെൻസിൽ ഉപയോഗിച്ചിട്ട് അവിടെ ഒന്ന് ആ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യാം. പിന്നെ ആ താടിയുടെ ഇടയ്ക്കൂടെയൊക്കെ നമ്മൾ കുറച്ച് ഭാഗം ചെയ്യാനുണ്ട്. നമ്മൾ താടി വരച്ചിട്ടില്ലായിരുന്നു, നമ്മൾ താടി പറഞ്ഞ വൈറ്റ് തന്നെയാണ്. അതുകൊണ്ട് താടിയുടെ ഇടയ്ക്കൂടെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഉള്ളൂ മെയിനായിട്ട്. അപ്പോൾ അത്ര കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഡ്രോയിങ് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു പാർട്ടോടെ കണ്ടിട്ട് ഈ ഡ്രോയിങ് ഫിനിഷ് ചെയ്യുക. പിന്നെ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഷെയ്ഡിങ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു പാർട്ടിൽ വന്ന ഒരു കമൻ്റ് ആയിരുന്നു, ഷെയ്ഡിങ് കുറച്ച് സ്പീഡ് കൂടി പോയെന്നൊരു കമൻറ്റ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് വീഡിയോ കുറച്ച് ലോങ് ആയി പോയതുകൊണ്ട് മാത്രം ഞാൻ സ്പീഡായിട്ട് കാണിച്ചതാണ്. അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ആ ഒരു പാർട്ട് ചെയ്യുന്ന സമയത്ത് ഷെയ്ഡിങ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ആ ഭാഗം സാധാരണ സ്പീഡിൽ തന്നെ കാണിക്കാം, നോർമലായിട്ട് തന്നെ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ നോക്കിയിട്ട് വരയ്ക്കാനായിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ സ്പീഡ് ഒത്തിരി കൂട്ടിയിട്ടില്ലായിരുന്നു, എപ്പോഴും നിങ്ങൾക്ക് കാണുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും നല്ലത് അതെനിക്ക് തോന്നി. ഷെയ്ഡിങ് നമുക്ക് മെയിനായിട്ട് ചെയ്യുമ്പം ഒരുപാട് ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉള്ള കാര്യമാണ്. അപ്പോൾ വീഡിയോ കുറച്ച് ലോങ് ആയി പോയതുകൊണ്ട് ഞാൻ സ്പീഡ് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് അല്ലാതെ തന്നെ ചെയ്യാം, അതായത് നോർമൽ സ്പീഡിൽ തന്നെ കാണിക്കാം. പിന്നെ നിങ്ങൾക്ക് ഷെയ്ഡിങ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ നമ്മൾ ഷെയ്ഡിങ് എങ്ങനെ ചെയ്യേണ്ട രീതികളൊക്കെ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ചാനൽ തന്നെ. ഷെയ്ഡിങ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാനുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷെയ്ഡിങ്ങിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ സാധിക്കും. വീഡിയോ കണ്ടിട്ടില്ല അതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. പിന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞാൽ തന്നെ കമൻ്റ് ആയിട്ടോ മെസ്സേജ് ആയിട്ടൊക്കെ ചോദിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ വരച്ച ഡ്രോയിങ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചാൽ പറ്റും, ജസ്റ്റ് ഒന്ന് അയച്ചു തരിക കേട്ടോ. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അതായത് നിങ്ങൾ വരച്ച ഡ്രോയിങ്ങിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ ഡ്രോയിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് ഈ ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഈസിയായിട്ട് ഡ്രോയിങ് പഠിക്കാവുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. പക്ഷേ ആരും അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും കമൻറ്റ് ചെയ്ത് കാണാറില്ല, അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ. മിക്കവരും ഒന്നും കമൻറ്റ് ചെയ്യുന്നില്ല. അതുപോലെ വീഡിയോ ഇഷ്ടമായി തിരിച്ചൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പലരും ലൈക്ക് ചെയ്യാറില്ല. അപ്പം ലൈക്കും കമൻറ്റും ഒക്കെ നമുക്ക് കൂടുതലായിട്ട് വേണമെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ എനിക്കും ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. പിന്നെ കളർ പെൻസിൽ ഡ്രോയിങ് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതലായിട്ട് ചെയ്യാം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതലായിട്ട് കളർ പെൻസിൽ ഡ്രോയിങ് ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കളർ പെൻസിൽ ഡ്രോയിങ് കൂടുതലായിട്ട് ഉൾപ്പെടുത്താം.
അപ്പോൾ ഇനി നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ടോടെ ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ 10B പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. നല്ല ഡാർക്കായിട്ടുള്ള പെൻസിൽ തന്നെ യൂസ് ചെയ്യുക. അപ്പം ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ടിഷ്യൂ പേപ്പറോ പേപ്പർ സ്റ്റാമ്പോ അതെല്ലാം ഉപയോഗിച്ചൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പം നല്ല രീതിയിൽ ആ ഒരു ഷെയ്ഡിങ് നമുക്ക് അവിടെ കിട്ടത്തുള്ളൂ. അപ്പോൾ ആ രീതി ചെയ്തെടുത്താൽ മതി.